Good morning. അപ്പോൾ ഇന്ന് നമ്മുടെ ഓപ്പൺ കോഴ്സിന്റെ ഫസ്റ്റ് ക്ലാസ് ആണ്. ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ് നിങ്ങൾ സബ്ജക്റ്റ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിനെ പറ്റി പറയുമ്പോൾ ആദ്യം നമുക്ക് ഡാറ്റാബേസ് എന്താണെന്ന് പറയാം. അപ്പോൾ ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ഇന്റർ റിലേറ്റഡ് ഡാറ്റയാണ്. പരസ്പരം റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റാസിന്റെ കളക്ഷൻ. അപ്പോൾ നിങ്ങൾ ഒരു സ്റ്റുഡന്റിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സ്റ്റുഡന്റിന്റെ നെയിം, ഏജ്, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ്, ഫോൺ നമ്പർ, മെയിൽ ഐ ഡി ഇതൊക്കെ റിലേറ്റഡ് ഡാറ്റയാണ്. ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫോൺ നമ്പർ ആയാലും അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയാലും അതൊക്കെ ആ സ്റ്റുഡന്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റാസ് ആണ്. അപ്പോൾ ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റാസിന്റെ കളക്ഷനെയാണ് എന്ത് പറയുന്നത്, ഡാറ്റാബേസ് എന്ന് പറയുന്നത്. നമുക്ക് സ്റ്റുഡൻസിന്റെ ഡാറ്റാസ് സ്റ്റോർ ചെയ്യാം, അതുപോലെ എംപ്ലോയീസിന്റെ ഡാറ്റാസ് സ്റ്റോർ ചെയ്യാം, ഡോക്ടേഴ്സിന്റെ ഡാറ്റാസ് സ്റ്റോർ ചെയ്യാം, അങ്ങനെ എന്ത് ഡാറ്റാസ് വേണമെങ്കിലും സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റാസിന് സ്റ്റോർ ചെയ്യുന്ന ഒരു സ്ഥലം, അതാണ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഡാറ്റാസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് എന്ത്, ഡാറ്റാബേസ് എന്ന് പറയുന്നത്. അപ്പൊ ഡാറ്റാബേസിൽ എന്താ ഉണ്ടാവുക, കളക്ഷൻ ഓഫ് ഇന്റർ റിലേറ്റഡ് ഡാറ്റയാണ് ഉണ്ടാവുക. ഇനി മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ്. അപ്പോൾ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് യൂസ്ഡ് ടു ആക്സസ് ഡാറ്റാസ്. ഒരു ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റാസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് പ്രോഗ്രാംസിനെയാണ് എന്ത് പറയുന്നത്, മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആക്സസ് ചെയ്യാൻ മാത്രമല്ല, നമുക്ക് ഈ പ്രോഗ്രാംസ് വെച്ചിട്ട് സ്റ്റോർ ചെയ്ത ഡാറ്റേനെ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്താൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ആക്സസ് ചെയ്യാൻ പുതുതായിട്ട് ഡാറ്റാസ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അതൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും മാനേജ്മെന്റ് സിസ്റ്റം വെച്ചിട്ട്. ഇപ്പൊ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഓൾ ടുഗദർ ആയിട്ട് എന്ത് പറയാം നമുക്ക്, കളക്ഷൻ ഓഫ് ഇന്റർ റിലേറ്റഡ് ഡാറ്റ ആൻഡ് എ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ടു ആക്സസ് ദോസ് ഡാറ്റാസ്. അങ്ങനെ പറയാം നമുക്ക്, കളക്ഷൻ ഓഫ് ഇന്റർ റിലേറ്റഡ് ഡാറ്റ ആൻഡ് സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ടു ആക്സസ് ദോസ് ഡാറ്റ. ഓക്കെ. ഇപ്പോൾ DBMS contains information about a particular enterprise. ഇപ്പോൾ നമ്മളൊരു എന്റർപ്രൈസിന് വേണ്ടിയിട്ടാണ് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡാറ്റാബേസിൽ കമ്പനീനെ പറ്റിയിട്ടുള്ള പെർട്ടിക്കുലർ ഡീറ്റെയിൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡാറ്റാബേസിൽ ഹോസ്പിറ്റലിന്റെ ഡീറ്റെയിൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ നിങ്ങൾ കോളേജിന് വേണ്ടിയിട്ടാണ് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കോളേജിന്റെ ഡാറ്റാസ് മാത്രമേ അതിൻ്റെ അകത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു പെർട്ടിക്കുലർ എന്റർപ്രൈസിന്റെ ഡാറ്റാസ് ആയിരിക്കും ഒരു ഡാറ്റാബേസിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. പിന്നെ ഡാറ്റാബേസ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു എഫിഷ്യന്റ് ആൻഡ് കൺവീനിയന്റ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യും. അതായത് നിങ്ങൾ ഈ ഡാറ്റാസ് സ്റ്റോർ ചെയ്യാനും അതുപോലെ സ്റ്റോർ ചെയ്ത ഡാറ്റാസ് റിട്രീവ് ചെയ്യാനൊക്കെ ഒരു കൺവീനിയന്റ് ആയിട്ടുള്ള എൻവയോൺമെന്റ് എന്ത് ചെയ്യും, ഡാറ്റാബേസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഡാറ്റാബേസിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. ഡാറ്റാബേസ് ഇപ്പോൾ എല്ലാ സെക്ഷനിലും നമുക്കറിയാം, എല്ലായിടത്തും കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത് അല്ലേ. ഓരോ ആപ്ലിക്കേഷൻ എന്തെങ്കിലും മാനുവൽ ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതുവരെ ഇപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ എല്ലാ കേസിലും നമ്മൾ കമ്പ്യൂട്ടർ എവിടെ യൂസ് ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡാറ്റാബേസും യൂസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ. നിങ്ങൾ ഓരോ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ ആ ആപ്ലിക്കേഷന്റെ എല്ലാം ഡാറ്റാസ് ബാക്ക് എൻഡിൽ ഡാറ്റാബേസിലേക്ക് സ്റ്റോർ ചെയ്യുന്നുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഡിഫറെന്റ് ആപ്ലിക്കേഷൻസ് നോക്കാം നമുക്ക്. ഫസ്റ്റ് പറയുന്നത് ബാങ്കിങ് ആപ്ലിക്കേഷൻ. ബാങ്കിങ് ആപ്ലിക്കേഷന്റെ കേസിൽ ഇപ്പൊ ബാങ്കിങ് ആപ്ലിക്കേഷന്റെ കേസിൽ നിങ്ങൾക്ക് അറിയാം എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാവും ബാങ്കിൽ. കസ്റ്റമേഴ്സ് പറഞ്ഞു എന്തൊക്കെ ഉണ്ടാവും, അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോവും, ലോണിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവും, പിന്നെ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുണ്ടാവും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും അല്ലെ ബാങ്കിൽ. അപ്പൊ അതിന്റെ ഒപ്പം ഒരു പുതിയ കസ്റ്റമർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതാണെന്ന് വിചാരിക്കും. അപ്പോൾ അയാൾ എന്ത് ചെയ്യേണ്ടി വരും, അയാൾ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കും അല്ലെ. ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കും. അപ്പൊ അത് മുഴുവൻ എന്ത് ചെയ്യും, ഡാറ്റാബേസിലേക്ക് സ്റ്റോർ ചെയ്യും. അതുപോലെ ലോൺ എടുക്കുന്ന സമയത്ത് ഫില്ല് ചെയ്യുന്ന ഡാറ്റാസ് അത് ഡാറ്റാബേസിലേക്ക് സ്റ്റോർ ചെയ്യും. നിങ്ങൾ വിഡ്രോ ചെയ്യുമ്പോൾ എമൗണ്ട് കുറയുന്നത് അത് സ്റ്റോർ ചെയ്യും. അതുപോലെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എമൗണ്ട് കൂടുന്നത് അത് സ്റ്റോർ ചെയ്യും. അങ്ങനെ ബാങ്കിങ് ആപ്ലിക്കേഷനിൽ എല്ലാ ട്രാൻസാക്ഷൻസും കസ്റ്റമർ ഡീറ്റെയിൽസും ഒക്കെയാണ് എന്ത് ചെയ്യുക, ഡാറ്റാബേസിലേക്ക് സ്റ്റോർ ചെയ്യുക. ഇനി ഒരു എയർലൈനിന്റെ കേസിലെടുക്കാം സെക്കൻഡ് ആപ്ലിക്കേഷൻ. എയർലൈനിന്റെ കേസിൽ വരുമ്പോൾ എന്താ സംഭവിക്കുക, നിങ്ങൾക്ക് ടിക്കറ്റ് റിസർവ് ചെയ്യേണ്ടി വരും, ടിക്കറ്റ് ക്യാൻസൽ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഷെഡ്യൂൾസ്, ഓരോന്നിന്റെയും ഷെഡ്യൂൾസ് ഓരോ ടൈം എത്രയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നോക്കേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡാറ്റാബേസിൽ
സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇനി യൂണിവേഴ്സിറ്റിന്റെ കേസിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ പോകുന്നതാണ്. അപ്പം യൂണിവേഴ്സിറ്റിയിൽ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് പോകാം. ഇപ്പൊ എക്സാം രജിസ്ട്രേഷൻ ഇപ്പൊ നിങ്ങൾ ഓൺലൈനായിട്ട് ചെയ്യുന്നതാണ്. എക്സാം രജിസ്ട്രേഷന് വേണ്ടി പോവാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പം വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, ഇപ്പം റീവാലുവേഷന് കൊടുക്കണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, യൂണിവേഴ്സിറ്റിന്റെ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ റിസൾട്ട്, നിങ്ങളുടെ അറ്റൻഡൻസ്, നിങ്ങളുടെ ഇന്റേണൽ മാർക്സ്, അതൊക്കെ യൂണിവേഴ്സിറ്റിന്റെ സൈറ്റിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇനി സെയിൽസിന്റെ കേസിലാണെങ്കിൽ ഏതെങ്കിലും ഒരു എന്റർപ്രൈസ്, ഏതെങ്കിലും ഒരു ഷോപ്പില് സെയിൽസ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ അവിടെ വരുന്ന കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അതുപോലെ തന്നെ അവിടെയുള്ള പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അവർ പർച്ചേസ് ചെയ്യുന്ന ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അവർ സെയിൽ ചെയ്യുന്നുണ്ടാവും, സെയിൽസ് റിട്ടേൺസ് ഉണ്ടാവും. അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഇനി ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീന്റെ കേസിലാണെങ്കിൽ അവരുടെ പ്രൊഡക്ഷൻ, അവരുടെ ഇൻവെന്ററി, അവർക്ക് വരുന്ന ഓർഡർ, അവർ സപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ, ആ സപ്ലൈന്റെ എവിടേക്ക് എത്തി എന്നുള്ളതിന്റെ സപ്ലൈ ചെയിന്, അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, മാനുഫാക്ചറിങ്ങിന്റെ കേസിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഹ്യൂമൻ റിസോഴ്സിന്റെ കേസിലാണെങ്കിൽ എംപ്ലോയിന്റെ റെക്കോർഡ്സ്, അവരുടെ സാലറി, ടാക്സ് ഡിഡക്ഷൻസ്, അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ മെയിനായിട്ട് ഡാറ്റാബേസ് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ആണ്. ഇത് മാത്രമൊന്നുമല്ല, നമുക്കറിയാം ഇപ്പൊ എല്ലായിടത്തും കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ എല്ലാ കേസിലും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് RDBMS ആണ്. RDBMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. അപ്പോൾ റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡാറ്റാസ് ടാബുലാർ ഫോമിൽ സ്റ്റോർ ചെയ്യുന്നതിനെയാണ് റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന ഡാറ്റാസ്, ഇപ്പൊ നമ്മൾ സ്റ്റുഡന്റിന്റെ ഡാറ്റ ആണെങ്കിൽ സ്റ്റുഡന്റിന്റെ ഡാറ്റ ഒരു സ്റ്റുഡന്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്ത്, നിങ്ങൾ എക്സൽ പഠിച്ചിട്ടുണ്ടാവും. എക്സലിന്റെ അകത്ത് നിങ്ങൾ ടേബിൾസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യില്ലേ, അതുപോലെ ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുക, റിലേഷണൽ ഡാറ്റാബേസിൽ ഡാറ്റാസ് യൂസ് ചെയ്യുക. ഇപ്പം RDBMS ആണ് മെയിൻലി ഡാറ്റാബേസിൽ യൂസ് ചെയ്യുന്നത്. വേറെ കുറെ മോഡൽസ് ഉണ്ട്, എന്നാൽ RDBMS ആണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡാറ്റ മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിപ്പോ ഇവിടെ ഒരു എക്സാമ്പിൾ ടേബിൾ തന്നിട്ടുണ്ട്. ഈ ടേബിൾ എന്ന് പറയുന്നത് ഒരു എംപ്ലോയി ടേബിൾ ആണെന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ എംപ്ലോയിന്റെ ID ഉണ്ട് ഇവിടെ, എംപ്ലോയി നെയിം ഉണ്ട് ഇവിടെ, എംപ്ലോയിന്റെ ഏജ് കൊടുത്തിട്ടുണ്ട്, എംപ്ലോയിന്റെ സാലറീസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്തിട്ടുള്ള ഒരു ടേബിളാണിത്. അപ്പൊ നമുക്കിനി പഠിക്കാനുള്ളത് ഓരോ ടേംസ് ആണ്. അപ്പൊ അതിൻ്റെ അകത്ത് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ടപ്പിൾ. എന്താണ് ഒരു ടപ്പിൾ എന്ന് പറയുന്നത്? അപ്പൊ ടപ്പിൾ എന്ന് പറയുന്നത് ഒരു റോ വാല്യൂനെയാണ് ടപ്പിൾ എന്ന് പറയുന്നത്. അതായത് നിങ്ങളെ ടേബിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഉണ്ടാവും ഓരോ റോ വാല്യൂസ് ഉണ്ടാവും അല്ലെ. ഇപ്പം കസ്റ്റമർ ID 1 ആയിരിക്കുന്ന ആളുടെ പേര്, ഏജ്, അയാളുടെ സാലറി, അത്രയും ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു റോ വാല്യൂ. ആ റോ വാല്യൂനെയാണ് ഒരു ടപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത ഈ എക്സാമ്പിൾ ടേബിളിലാണെങ്കിൽ എത്ര ടപ്പിൾസ് ഉണ്ടാവും? 1, 2, 3, 4, 4 ടപ്പിൾസ് ഉണ്ടാവും അല്ലെ. ഫസ്റ്റത്തെ ടപ്പിൾ എന്ന് പറയുന്നത് ഈ റോ ആണ്, സെക്കൻഡ് ടപ്പിൾ എന്ന് പറയുന്നത് ഈ റോ ആണ്, തേർഡ് ടപ്പിൾ എന്ന് പറയുന്നത് ഈ തേർഡ് റോ ആണ്, ഫോർത്ത് ടപ്പിൾ എന്ന് പറയുന്നത് ഈ റോ ആണ്. അപ്പൊ ടപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് പറഞ്ഞ് റോ വാല്യൂസ് ആണ് അല്ലെ. ടപ്പിൾ എന്ന് പറയുന്നത് റോ വാല്യൂസ്. അപ്പോൾ ടപ്പിൾ, റെക്കോർഡ് ഓർ റോ, ഒന്നുകിലും നമുക്ക് ടപ്പിൾ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരാളുടെ റെക്കോർഡ്. ഈ ആഡം എന്ന് പറയുന്ന ആളുടെ റെക്കോർഡാണ് ഇത് അല്ലെ. ആഡമിന്റെ കസ്റ്റമർ ID, ആഡമിന്റെ ID, ആഡമിന്റെ ഏജ്, അതുപോലെ തന്നെ ആഡമിന്റെ സാലറി, ഇത്രയുള്ള ഒരു റെക്കോർഡാണിത്. അതുപോലെ തന്നെ റോ വാല്യൂ. അപ്പോൾ സെറ്റ് ഓഫ് റിലേറ്റഡ് ഡാറ്റയാണ് ടപ്പിൾ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഒരു റോ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റ, ആഡമിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റ, ആഡമിന്റെ ID, ആഡമിന്റെ ഏജ്, ആഡമിന്റെ സാലറി, അപ്പൊ റിലേറ്റഡ് ഡാറ്റ അല്ലേ. അപ്പൊ ടപ്പിൾ എന്ന് പറയുന്നത് റോ വാല്യൂ ആയിരിക്കും, അതിനെ നമുക്ക് റെക്കോർഡ് എന്ന് പറയാം. അതുപോലെ തന്നെ അത് റിലേറ്റഡ് ഡാറ്റ ആയിരിക്കും. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് തന്നിരിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താണ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ. അപ്പൊ ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർട്ടീസ് ആണ്. ഇപ്പം ഒരു സ്റ്റുഡന്റിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റുഡന്റിന്റെ നെയിം, ആ സ്റ്റുഡന്റിന്റെ അഡ്രസ്സ്, ആ സ്റ്റുഡന്റിന്റെ മാർക്ക്, അതൊക്കെയാണ്
പ്രോപ്പർട്ടി എന്ന് പറയും. അപ്പൊ നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത എംപ്ലോയി ടേബിളിലാണെങ്കിൽ എംപ്ലോയിന്റെ ID എന്ന് പറയുന്നത് എംപ്ലോയിന്റെ പ്രോപ്പർട്ടിയാണ്, എംപ്ലോയിന്റെ നെയിം എന്ന് പറയുന്നത് പ്രോപ്പർട്ടിയാണ്, ഏജ് എന്ന് പറയുന്നത് പ്രോപ്പർട്ടിയാണ്, സാലറി എന്ന് പറയുന്നതും പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമ്മളൊരു റെക്കോർഡിനെ ഇപ്പൊ നമ്മളൊരു ടേബിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ടേബിളിന്റെ കോളത്തിന്റെ ഹെഡിങ് അല്ലെ, കോളത്തിന്റെ നെയിം വരുന്ന സാധനമില്ലേ, ആ ഓരോ കോളം നെയിമും ആണ് എന്ത് വരുന്നത്, പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഒരാളിപ്പോ എംപ്ലോയിന്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയിന്റെ ID, നെയിം, ഏജ്, സാലറി ആണ്. അതൊക്കെ എംപ്ലോയി ടേബിളിന്റെ ഓരോ കോളത്തിന്റെയും ഹെഡിങ് വാല്യൂസ് ആണ്. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡാറ്റാസ് ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് എംപ്ലോയിന്റെ പ്രോപ്പർട്ടീസ് ആണ്. എംപ്ലോയിന്റെ അല്ല, ഏതൊരു എൻറ്റിറ്റിന്റെയും പ്രോപ്പർട്ടീസിനെയാണ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഡൊമെയിൻ ആണ്. ഡൊമെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമിലർ ഡാറ്റ ടൈപ്പിലുള്ള വാല്യൂസിലാണ്. ഇപ്പൊ നമ്മൾ ആട്രിബ്യൂട്ട് ഡൊമെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരു നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് കൺസിഡർ ചെയ്യാം. ഇപ്പൊ നെയിം ആട്രിബ്യൂട്ടിന്റെ അണ്ടറിൽ വരുന്ന വാല്യൂസ് ഒക്കെ എങ്ങനെയായിരിക്കും, സ്ട്രിംഗ് വാല്യൂസ് ആയിരിക്കും അല്ലെ. സ്ട്രിംഗ് വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടറിന്റെ കോമ്പിനേഷൻ ആയിരിക്കും. ഇവിടെ നോക്കുക, ഇവിടെ നെയിം ആട്രിബ്യൂട്ടിന്റെ അണ്ടറിൽ വരുന്ന വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ആഡം, അലക്സ്, റോസ് എന്ന് പറഞ്ഞിട്ട് 3 വാല്യൂസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് 3 എങ്ങനെയാ, ക്യാരക്ടർ ടൈപ്പ്, അതിൻ്റെ അകത്ത് ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പോൾ ഒരേ ടൈപ്പിൽ വരുന്ന വാല്യൂസിന്റെ കളക്ഷനെയാണ് ആട്രിബ്യൂട്ട് ഡൊമെയിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നെയിം ആട്രിബ്യൂട്ടിന്റെ ഡൊമെയിൻ വാല്യൂസ് ആണ് ആഡം, അലക്സ്, റോസ് എന്ന് പറയുന്നത്. ഇനിയിപ്പം ഏജ് ആട്രിബ്യൂട്ട് ആണെങ്കിൽ ഏജിന്റെ അണ്ടറിൽ വരുന്നതെല്ലാം ഒരേ ടൈപ്പാണ്, ന്യൂമറിക് ടൈപ്പ് വാല്യൂസ് ആണ് ഏജിന്റെ അണ്ടറിൽ വരുന്നത്. അതുപോലെ സാലറിന്റെ അണ്ടറിൽ വന്നതും ന്യൂമറിക് ടൈപ്പ് വാല്യൂസ് ആണ്. അപ്പൊ സാലറിന്റെ അണ്ടറിൽ വരുന്ന വാല്യൂസ് ആയിരിക്കും സാലറി ആട്രിബ്യൂട്ടിന്റെ ഡൊമെയിൻ എന്ന് പറയുന്നത്. ഏജിന്റെ അണ്ടറിൽ വരുന്ന വാല്യൂസ് ആയിരിക്കും ഏജ് ആട്രിബ്യൂട്ടിന്റെ ഡൊമെയിൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ നെയിം ആട്രിബ്യൂട്ടിന്റെ അകത്ത് ഒരാളുടെ അഡ്രസ്സ് എടുത്ത് കൊടുത്തു എന്ന് വിചാരിക്കും. നെയിമിന്റെ അണ്ടറിൽ ഇവിടെ ഇപ്പം ആഡമിന് പകരം ഇവിടെ നമ്മളൊരു അഡ്രസ് ആണ് കൊടുത്തത്. അങ്ങനെയാകുമ്പോൾ ഈ ഡൊമെയിന്റെ കണ്ടീഷൻസ് വയലേറ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കും. അത് കറക്റ്റ് ആയിട്ടുള്ളൊരു ഡൊമെയിൻ വാല്യൂ ആയിരിക്കില്ല കൊടുക്കുന്നത്. അപ്പോൾ ഒരു ആടെ എന്തുണ്ടാവും, ഒരു വയലേഷൻ ഉണ്ടാവും. നിങ്ങൾ കൊടുക്കേണ്ട പോലെയല്ല ഡാറ്റ കൊടുത്തതെന്ന് പറയും. നെക്സ്റ്റ് പറയുന്നത് എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്. എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ റിയൽ വേൾഡിലുള്ള ഏതൊരു ഒബ്ജക്റ്റിനെയും നമുക്ക് എന്ത് പറയാം, എൻറ്റിറ്റി എന്ന് പറയാം. എന്തൊരു ഒബ്ജക്റ്റിനെയും, ഇപ്പൊ നമ്മളൊരു ആപ്പിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആപ്പിൾ ഒരു എൻറ്റിറ്റിയാണ്. ഒരു സ്റ്റുഡന്റിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റുഡന്റ് ഒരു എൻറ്റിറ്റിയാണ്. ഒരു കോളേജിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ കോളേജിന് ഒരു എൻറ്റിറ്റിയാണ്. അപ്പൊ നമുക്ക് റിയൽ വേൾഡിലുള്ള ഏതൊരു ഒബ്ജക്റ്റിനെയും നമുക്ക് എന്ത് ചെയ്യാം, എൻറ്റിറ്റി എന്ന് പറയാം. അപ്പൊ എൻറ്റിറ്റീസിന്റെ ഡാറ്റാസ് നമുക്ക് എങ്ങനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. എൻറ്റിറ്റീസിന് ഓരോന്നിനും ആട്രിബ്യൂട്ട് ഉണ്ടാവും. ആപ്പിൾ ആണെങ്കിൽ ആപ്പിളിന്റെ കളർ ഉണ്ടാവും, ആപ്പിളിന്റെ വെയിറ്റ് ഉണ്ടാവും, അങ്ങനെ ഒരുപാട് ആട്രിബ്യൂട്ട് ആപ്പിളിന് ഉണ്ടാവും. ഇപ്പൊ നമ്മൾ കോളേജ് ആണെങ്കിൽ കോളേജിന്റെ പേര്, കോളേജിന്റെ അഡ്രസ്സ്, അതുപോലെ തന്നെ കോളേജിന്റെ അഫിലിയേഷൻ, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഓരോ ആട്രിബ്യൂട്ടിനും ഓരോ എൻറ്റിറ്റിക്കും എന്തുണ്ടാവും, അതിൻ്റെതായിട്ടുള്ള ആട്രിബ്യൂട്ട് ഉണ്ടാവും, പ്രോപ്പർട്ടീസ് ഉണ്ടാവും. DBMSലെ എൻറ്റിറ്റിന്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യുന്നത് ടാബുലാർ ഫോർമാറ്റിലാണ്. RDBMS കൺസിഡർ ചെയ്യുമ്പോൾ ടാബുലാർ ഫോർമാറ്റിലാണ് ഉണ്ടാവുക. ഓരോ എൻറ്റിറ്റിന്റെയും ഡീറ്റെയിൽസ് എന്തുണ്ടാവും, ഓരോ കോളം വാല്യൂസ് ആയിട്ട് സ്റ്റോർ ചെയ്യും. ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണ് റിലേഷൻ എന്ന് പറഞ്ഞാൽ. റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ കേസിൽ ഒരു റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേബിളാണ്. ടേബിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിലേഷൻ. എന്തുകൊണ്ടാ, ടേബിളിൻ്റെ അകത്ത് എന്താ സ്റ്റോർ ചെയ്യുന്നത്, ഡാറ്റാസ് ആണല്ലേ. ആ ഡാറ്റാസ് തമ്മിൽ എന്തുണ്ട്, ഒരു റിലേഷൻ ഉണ്ട്. ഓരോ കോളം വാല്യൂസും അടുത്ത കോളം വാല്യൂയും തമ്മിൽ റിലേഷൻ ഉണ്ട് അല്ലേ, റോ വൈസ് റിലേഷൻ. നമ്മൾ ഒന്ന് ആഡം എടുത്തു കഴിഞ്ഞാൽ ആഡമിന്റെ ഡീറ്റെയിൽസ്, റിലേറ്റഡ് ഡീറ്റെയിൽസ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. എടുത്തു കഴിഞ്ഞാൽ രണ്ടിന്റെ പേരെന്താണോ അവരുടെ ഡീറ്റെയിൽസ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റാസ് കോളം വൈസ് റോ വൈസ് റിലേഷനിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RDBMSന്റെ കേസിൽ എന്താണ്, ടേബിൾ ആണ്. അപ്പോൾ ടേബിളിൻ്റെ അകത്ത് ഓരോ റോസ് ഉണ്ടാവും. റോസിൻ്റെ അകത്ത് റെക്കോർഡ്സ് അല്ലെങ്കിൽ ടപ്പിൾസിനെയാണ് സ്റ്റോർ ചെയ്യുന്നത്. കോളംസ് ഉണ്ടാവും. കോളംസിൻ്റെ അകത്ത് ഓരോ ആട്രിബ്യൂട്ടിന്റെയും ഡൊമൈൻ ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ അല്ലേ ഇത്രയും കാര്യങ്ങൾ.